എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജപ്പാനിൽ നിന്ന് നേരെ ഇമ്പോർട്ട് ചെയ്ത വാഹനം, അതുപോലെ തന്നെ ഇന്ത്യയിൽ 2 ബാച്ചുകൾ, അതായത് ഏകദേശം 300 വണ്ടികളാണ് ഇന്ത്യയിൽ ഈ വാഹനം വന്നിരിക്കുന്നത്. ആ 300 വാഹനവും കസ്റ്റമറിന് അലോക്കേറ്റ് ആയിപ്പോയി. എന്നാൽ ഇതിൻ്റെ വില കേട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും. കാരണം ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് മാത്രം 48 ലക്ഷം രൂപയുണ്ട്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 60 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. എങ്കിലും 300 യൂണിറ്റുകളും വിറ്റുപോയി. ആൾക്കാർ അത്രയും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നോക്കിയിരുന്ന വാഹനങ്ങളിലൊന്നാണ് നമ്മൾ ഈ കണ്ട ഹോണ്ടയുടെ ഏറ്റവും പുതിയ ZR-V എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഗ്ലോബലായിട്ടുള്ള ഒരു മോഡലാണ്. ഇതിപ്പോൾ CBU ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ്ലി ഇമ്പോർട്ടഡ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2022 ഇത് ലോകത്തേക്ക് വരുന്നത്, അതായത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്നത്. 8 ലക്ഷം യൂണിറ്റുകളോളം വിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന ഹോണ്ടയുടെ ഒരു പ്രോഡക്റ്റാണ്. ഹോണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും വലിയുള്ളൊരു വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നമ്പേഴ്സിൽ വിറ്റ് കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷേ അവരുടെ ഒരു പ്രസൻസ്, സ്ട്രോങ്ങർ ആയിട്ടുള്ള പ്രസൻസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് എന്ന് കാണിക്കാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് നമുക്ക് ഇറങ്ങുന്നത് വളരെ കുറവാണ്, പക്ഷേ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം മികച്ച വാഹനങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം ഇനി താമസിയാതെ തന്നെ പുതിയ കുറച്ച് മോഡൽസും കൂടെ ഹോണ്ട ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ സ്ട്രോങ്ങർ ആയിട്ട് ഈ മാർക്കറ്റിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ZR-V എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സ്പോർട്സ് ഹൈബ്രിഡ് ആയിട്ടിരിക്കുന്ന വെഹിക്കിളാണ്, സ്ട്രോങ് ഹൈബ്രിഡാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഹോണ്ട സിറ്റിയിലൊക്കെ കണ്ടുള്ള ഈ HEV ടെക്നോളജിയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേജസ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. Say it louder, feel the moment, feel the power, bring the animal back to life, bring the energy one more time, if you feel like letting go, you can take control. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ നമ്മുടെ കിടക്കുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മസരട്ടിയുടെ ലുക്കായിരിക്കും. അതേപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രിൽസ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് നമുക്ക് മസരട്ടി തന്നെ അറിയാമല്ലോ, ഭയങ്കര റോഡ് പ്രസൻസും അതിൻ്റെ ഒരു മാസ്കുലിനിറ്റിയും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മാസ്കുലിനിറ്റി ഉള്ള ഒരു വാഹനമാണ്. എവിടേക്കോ ഭയങ്കര ഒരു പ്രീമിയം ടച്ച് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഡിസൈൻസിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാനായിട്ട് പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്പോർട്ടിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളി ഒരു കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 കളറാണ് നമുക്കുള്ളത്. അതിനകത്ത് തന്നെ ഇതൊരു ആക്ച്വലി ഒരു ബ്ലാക്ക് ആണ്, പക്ഷേ ഒരു ബ്ലൂയിഷ് ബ്ലാക്കിൻ്റെ ടിൻ്റാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ഒത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ്നെസ് നിലനിർത്താൻ പറ്റുന്ന നല്ല കളേഴ്സിലാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്ക് വരാം. ഹോണ്ടയുടെ ലോഗോ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4567 മില്ലിമീറ്ററാണ് ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2655 മില്ലിമീറ്റർ വീൽ ബേസും ഈ വാഹനത്തിനുണ്ട്. അപ്പം ആ ഒരു സൈസ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയൊരു SUV വാഹനത്തിൻ്റെ അതേ പോലെ തന്നെയാണ് ഈ വാഹനം ഇരിക്കുന്നുള്ളതാണ്. ഈ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രിൽസ് വരുവാണെങ്കിൽ സ്ലോട്ടഡ് ആയിട്ട് വരുന്ന ഗ്രിൽസാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്കിവിടെ 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ക്ലസ്റ്ററാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു L ഷേപ്പിലുള്ള ഒരു DRL യൂണിറ്റ് കാണാം. 3 ചേമ്പേഴ്സിലായിട്ടുള്ള ഹെഡ് ലാംപ്സ്, നമുക്കതും LED ആയിട്ടാണ് വരുന്നത്. ആ ലൈറ്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഏഡാം പോർഷനും അതുപോലെ തന്നെ ആ ഒരു ബമ്പർ ഏരിയ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഗ്ലാസ് ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അഡാസിൻ്റെ സിസ്റ്റംസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ലെവൽ 2 അഡാസ് ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലൊക്കെ നമുക്ക് സെൻസേഴ്സ്, പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. വൈപ്പേഴ്സൊക്കെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം തന്നെ വാഹനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഓവറോൾ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പറയുന്നത്. വീതിയുള്ള ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം സാധാരണ ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വരുമ്പോഴത്തേന് നമുക്ക് ബോഡി കളേഴ്സിൽ തന്നെയാണ് ആ ഒരു ക്ലാഡിങ് ഭാഗം വന്നിരിക്കുന്നത്. 18 ഇഞ്ചിൻ്റെ അലോയ്സാണ്, ഡയമണ്ട് കട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടിൽ വെൻറ്റിലേറ്റഡ് ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടും കോയിൽ സ്പ്രിംഗ് ആണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മൾട്ടി ലിങ്ക് ടോർഷൻ ബീമാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ വളരെ നീറ്റായിട്ടുള്ള സസ്പെൻഷനാണ്. നമുക്കിത് ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. കാരണം ഇത് ഓൾറെഡി ഷോറൂംസിൽ ശരിക്കും ടെസ്റ്റ് ഡ്രൈവിനുള്ള അലോക്കേഷൻ, കാരണം ഇത്രയും വില കൂടിയ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടുക എന്ന് പറയുന്നത് പാടായിരിക്കും. ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ്.
വേറൊരു പ്രത്യേകത പറയും, കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള മുത്തൂറ്റിൻ്റെ ഷോറൂമിലാണ്, ഇഞ്ചക്കുള്ള ഷോറൂമിലാണുള്ളത്. ഈ വാഹനം ഏതാനും ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും. കസ്റ്റമേഴ്സ് ഓൾറെഡി ഡിമാൻഡിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനം വന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് നമുക്ക് വരാം. ഇവിടെ മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. താഴെ നമുക്ക് നോർമലി ഉള്ളതുപോലെയുള്ള ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫ്രണ്ടിലും ബാക്കിലും സൈഡ്സിലും ഒക്കെ ക്യാമറയുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ വാഹനത്തിനകത്തുണ്ട്. ചെറിയൊരു ടിൻഡഡ് ആയിട്ട് വരുന്ന ഗ്ലാസ് ആണ്. അതുപോലെ അകത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് വെയിൽ അടിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലാസിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ നമുക്ക് ഡോർ ഹാൻഡിലേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഫ്യൂൽ ലിഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പെട്രോളാണ് വരുന്നത്, 2 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാം. മെയിൻലി എഞ്ചിനേക്കാളും നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡ് ആണെന്നുള്ളതാണ്. അതും സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. നമുക്ക് ഈ HEV എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ ഹോണ്ടയിൽ കണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ടെക്നോളജി വേൾഡിൽ ഇറക്കുന്ന ബ്രാൻഡുകളിലൊന്നാണ് ഹോണ്ട എന്ന് പറയുന്നത്. നമുക്ക് 3 മോഡുകളിലാണ് നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കേണ്ടത് നമുക്ക് സാധിക്കുന്നത്. അതായത് നമുക്ക് പ്യുവർലി ഒരു EV ആയിട്ട് നമുക്ക് ഓടിക്കേണ്ടത് നമുക്ക് സാധിക്കും. അതായത് കുറച്ച് ദൂരേ പറ്റുള്ളൂ. ഇതിനകത്തൊരു 1.05 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. അതായത് നമുക്ക് വാഹനം ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞ് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്തേക്ക് സ്ലോ സ്പീഡിലൊക്കെ നമുക്ക് ഈ വാഹനം പ്യുവർ EV ആയിട്ട് തന്നെ വർക്കാവും. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പവർ വേണ്ടി വരുമ്പോൾ നമ്മൾ കാല് കൊടുക്കുന്ന സമയത്തേക്ക് അത് ഇതിനകത്ത് ട്വിൻ മോട്ടറാണ് വരുന്നത്. അപ്പം അങ്ങനെ കുറച്ചുകൂടെ കാല് കൊടുക്കുന്ന സമയത്ത് എൻജിൻ ഓണായിട്ട് ആ എൻജിൻ്റെ പവർ കൊണ്ട് ഈ വീണ്ടും നമ്മുടെ ബാറ്ററി ചാർജ് ആകും. ആ ബാറ്ററിയുടെ ഇതുകൊണ്ട് വീണ്ടും മോട്ടർ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് കൂടാതെ ഫുള്ളി എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുണ്ട്. അതായത് ഹൈ സ്പീഡ്സിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്തേക്ക് നമുക്ക് ഒന്നാമത് ബാറ്ററിയുടെ കപ്പാസിറ്റി തികയാതെ വരുന്നുണ്ട്. ചെറിയൊരു അസിസ്റ്റൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഹൈ സ്പീഡ്സിലേക്ക് പോകുമ്പോൾ ഫുള്ളി എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. ഇന്ന് നമുക്ക് 315 Nm ടോക്ക് നമുക്ക് ഈ വാഹനം ഡെലിവറി ചെയ്യും. വെറും 7.9 സെക്കൻഡ് കൊണ്ട് തന്നെ 100 കിലോമീറ്റേഴ്സ് ടച്ച് ചെയ്യുന്നുള്ളതാണ് അതിന് മൊത്തത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ മൈലേജ് ഹൈബ്രിഡ് ആയതുകൊണ്ട് എല്ലാവരും മൈലേജ് ആയിരിക്കും നോക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വാഹനം മേടിച്ചെന്ന് പറഞ്ഞാലും മൈലേജിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൈലേജ് എന്ന് പറഞ്ഞാൽ 22.8 ആണ്, 22.8 ആണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും നമുക്കറിയാം ഹോണ്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ E20 കോംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വന്നിരിക്കുന്ന എഞ്ചിൻസാണ് വാഹനത്തിനകത്തുള്ളത്. ഈ 2 ലിറ്ററും അതുപോലെ തന്നെ E20 കോംപ്ലൈൻറ്റ് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അൺഒഫീഷ്യലി പറയുകയാണെങ്കിൽ E30 വന്നാലും ആ എഞ്ചിൻസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്കറിയാണ്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്യൂവലിൻ്റെ പ്രശ്നങ്ങളോ അത് സംബന്ധിച്ചുള്ള ഇഷ്യൂസൊന്നും വരാൻ യാതൊരു ചാൻസസും ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ഡിസൈൻ്റെ ഭാഗം കണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ റൂഫ് റെയിൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡിസൈൻ്റെ ഫിലോസഫിക്ക് അത് ആവശ്യമില്ല. പക്ഷേ ബാക്കിലൊരു ഷാർഫിൻ ആനും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പ്രൊഫൈൽ കാണാം. ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാക്ക് പ്രൊഫൈലാണ്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉരുണ്ട് മെഴുമെഴുത്ത ഒരു ഷേപ്പ് തന്നെയാണ്. കാരണം കൂടുതലായിട്ട് ഈ പറഞ്ഞ ലൈൻ കട്ടുകളെക്കാളും കുറച്ചുകൂടെ ബൾക്കി ഒരു ബഞ്ചി ആയിട്ട് വരുന്ന ഒരു ഫീലിലാണ് നമുക്ക് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ D4 ഉള്ള ഗ്ലാസ് വൈപ്പേഴ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ലൈറ്റ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാറ്റേൺ നല്ല ഭംഗിയായിട്ടാണ് ആ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡിസൈൻ പോലെ കണക്റ്റഡ് ആയിട്ടൊന്നും വരുന്നില്ലെങ്കിലും ആ സെപ്പറേറ്റ് യൂണിറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഗ്ലോബൽ ഡിസൈൻ ഫിലോസഫിയിൽ ഉള്ള ഇതുപോലത്തെ കാറുകൾക്ക് പ്രീമിയം കാറുകൾക്ക് വരുന്ന അതേ ഡിസൈനിലാണ് വരുന്നത്. ZR-V എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ HEV നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇപ്പം അതിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മോഡൽ കൂടിയാണിത്. ഏറ്റവും താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മഫ്ലേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കാണാം. അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞൊരു സിൽവർ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് ഇലക്ട്രിക്കലി പവേർഡ് ആയിട്ട് വരുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബൂട്ട് സ്പേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന് 380 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ബാറ്ററി അതായത് ഹൈബ്രിഡിൻ്റെ ബാറ്ററി സിസ്റ്റംസ് ആണ് ഇതിൻ്റെ താഴെ വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ 300 ഇത് തികയുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 60/40 സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1313 ലിറ്റർ നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. ഇനി വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം, ഇത് നിങ്ങൾ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാരണം അടുത്ത കാലത്ത് ഞാൻ കണ്ട വണ്ടികളിൽ ഭയങ്കര ഒരു വെറൈറ്റി ഉണ്ട്. 2 സ്വിച്ചസ് ഉണ്ട്. ഒന്ന് ഹോൾ ടു സെറ്റ് ഹൈറ്റ്, അതായത് പൊക്കം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊങ്ങി വരുന്ന സമയത്തേക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ എന്നെക്കാളും പൊക്കം കുറഞ്ഞ ആളാണെങ്കിൽ ആ ഹൈറ്റിൽ അത് ഹോൾഡ് ചെയ്യും. വേറൊരു ടെക്നോളജി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ഈ വാഹനത്തിനകത്ത് നമ്മൾ ഇപ്പം ഇതുപോലൊരു ബോക്സ് ഇരിക്കുകയാണ്. ഇപ്പോൾ വെയിറ്റ് ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ്
ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഡോർ അടയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരാളില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും, അല്ലെങ്കിൽ നിലത്ത് വെച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഹോണ്ട അവിടെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരികയാണ്. ഇതാ നമ്മുടെ കയ്യിൽ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ആക്ടിവേറ്റ് ആവും. ഇപ്പം നമ്മൾ ഈ ഒരു ഡോർ സെൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഞാൻ ഒരു ഡിസ്റ്റൻസിലേക്ക് മാറി കഴിയുമ്പോഴത്തേന് ആ വാഹനം ഇതാണ് ഓട്ടോമാറ്റിക്കലി ആ ഡോർ അടയും. അതൊരു നല്ലൊരു സംവിധാനമല്ലേ, അടിപൊളി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കിനി അകത്തേക്കൊന്ന് പോകാം. അകത്തെ കാഴ്ചകൾ കാണിക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഈ വാഹനത്തിന് 2 കീസാണ് കേട്ടോ. ഇത് സ്പെയർ കീ നല്ല ഉള്ളതല്ല. ഓഫ് കോഴ്സ് സ്പെയർ കീ ആണെങ്കിൽ പോലും ഈ കീസിന് ഒരു പ്രത്യേകതയുണ്ട്. കീ നമ്പർ 1, കീ നമ്പർ 2. ഇപ്പോൾ ഒരു വീട്ടിലെ 2 പേർക്ക് നമുക്ക് ഈ കീസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് വൈഫിനും എനിക്കും വേണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ കീ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതായത് കീ നമ്പർ 1 ഇട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്തുള്ള കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ ആ ഓണർ വരുമ്പോൾ അത് പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ ഇഷ്ടമുള്ള ഫീച്ചേഴ്സ് അത് ഉപയോഗിച്ച് സെറ്റ് ചെയ്യേണ്ടി പറ്റും. അപ്പം 2 തരത്തിൽ ഇപ്പോൾ സീറ്റ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുന്ന സമയത്തേക്ക് വരുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ്. ഓഫ് കോഴ്സ് ഇത്രയും വില കൂടിയ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പ്രീമിയം ആയിരിക്കും. മുഴുവൻ ഡാർക്ക് തീമിലാണ് വന്നിരിക്കുന്നത്. എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ലെതറിൻ്റെ ഫിനിഷസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർസിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കിതാ ഇവിടെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പറഞ്ഞാൽ ഈ മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, കീ വെച്ച് നമുക്ക് മെമ്മറി ഫംഗ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. 1, 2 അതുപോലെ സെറ്റ് എന്ന് പറഞ്ഞ ഒരു കീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രീമിയം ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് അകത്തോട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് ആ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രീമിയം ആയിട്ട് വരുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ്, അതുപോലെ നമുക്ക് ആ മിറേഴ്സിൻ്റെ സ്വിച്ചസ്, സെൻട്രൽ ലോക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൺട്രോൾസ് ആയിട്ട് വരുന്നത്. പിന്നെ സ്പീക്കർ സിസ്റ്റം ആണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 12ഓളം സ്പീക്കേഴ്സ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകത ഉള്ള ഒരു ഫീൽ ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നത്. കാരണം ഇപ്പോഴത്തെ വാഹനങ്ങളിനകത്ത് കൂടുതൽ സ്വിച്ചസ് ഒന്നും കാണാറില്ല, എല്ലാം ടച്ച് സ്ക്രീൻ പാനൽസ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനുവൽ ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞ് നമുക്ക് അതിലേക്കൊക്കെ വരാം. സ്റ്റിയറിംഗിലേക്ക് വരാം. ലെതർ റാപ്റ്റായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മീഡിയയുടെ കൺട്രോൾസ് ആണ് സ്വിച്ചസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അഡാസിൻ്റെ സ്വിച്ചസ്, അതുപോലെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. വേറെ അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ട ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്, നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പല ഫങ്ഷൻസും നമുക്ക് ക്ലസ്റ്ററിനകത്ത് കിട്ടുന്നുള്ളതാണ്. കണ്ടോ, ഫോൺ, FM അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു റൗണ്ടിനകത്ത് കുറേ സംഭവങ്ങൾ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഡ്രൈവ് സേഫ്റ്റി, നാവിഗേഷൻ, വാഹനത്തിൻ്റെ മറ്റുള്ള പാരാമീറ്റർ, ഡ്രൈവ് ട്രെയിൻ, അതായത് നമുക്കിപ്പോൾ ഓൾറെഡി EV ആയിട്ടാണോ അതോ ഇതിനകത്ത് എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഏത് മോഡാണെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ബാക്കി നമ്മുടെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇവിടെ പറയാനുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി കളേർഡ് ആയിട്ട് വരുന്ന ഒരു TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റലാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നീറ്റ്ലി ഡിസൈനാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ആയിട്ട് ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു വാഹനത്തിനകത്ത് ശരിക്കും ആപ്റ്റ് ആകാതെ തോന്നിയൊരു ഭാഗം ഇത് മാത്രമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു കാറിൽ അതൊരു ഒരു ബ്ലെൻഡ് എവിടെയോ മിസ്സാകുന്ന പോലെ തോന്നി കേട്ടോ. അതെൻ്റെ ഒരു മാത്രം അഭിപ്രായമാണ്, വേറെ ഒരു പ്രശ്നമായിട്ടല്ല പറഞ്ഞത്. ഓഫ് കോഴ്സ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ഇതിനകത്താണ് മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. AC-യുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫുള്ളി അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പക്ഷേ ഫുള്ളി നമുക്കൊരു ഹണികോം ഗ്രില്ലിലാണ് ആ സംഭവം വന്നിരിക്കുന്നത്. അതും വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ AC-യുടെ സ്വിച്ചസ് കാണാം. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ്. അപ്പോൾ 2 വശത്ത് 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. കണ്ടോ, 20 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 21 അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സിങ്ക് എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആക്കിയിരിക്കുന്നുണ്ട്. അതായത് 2 വശത്ത് ഒരേപോലെ സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇത് മാത്രം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ സിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 2 ഒരേ ടെമ്പറേച്ചറിലേക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് നമുക്കിവിടെ കാണാൻ, അല്ലെങ്കിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ബേ നമുക്കുണ്ട്. ഫോൺ അവിടെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ബ്രിഡ്ജ് ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. ഇത് കണ്ടോ, ഒരു സെപ്പറേറ്റ് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് ഏരിയ വന്നിരിക്കുന്നത്. ഇങ്ങനെ സ്ലീക്ക് ആയിട്ട് വന്ന് ഇങ്ങനെ വീതി കൂടുന്ന രീതിയിലുള്ളതാണ്. ഈ വാഹനത്തിൽ എനിക്ക് EV കാറുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ഞാൻ പറയാം. സാധാരണ ഒരു റോട്ടർ സ്വിച്ച് ആയിരിക്കും നമ്മൾ
ഡ്രൈവിലേക്കും ന്യൂട്രലിലേക്കും റിവേഴ്സിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ റോട്ടർ ഡയൽ തിരിച്ച് കറക്റ്റായിട്ട് അവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേന് റിവേഴ്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ പിടിച്ചിടാനുള്ള പല ബുദ്ധിമുട്ടുകൾ ഞാൻ പല വാഹനങ്ങളും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രൈവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ അതാണ് ഡ്രൈവ് എൻഗേജ് ആയി പച്ച കളറുള്ള ആ ലൈറ്റിംഗ് വരും. ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പ്രസ് ചെയ്താൽ മതി. റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്യല്ല, ബാക്കിലേക്ക് വലിക്കുക ചെയ്യുന്നത്. ബാക്കിലേക്ക് വലിക്കുന്ന സമയത്തേക്ക് ഇതിവിടെ ഒരു പച്ച ലൈറ്റ് കത്തും, പാർക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പം അതൊരു അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 360 ഡിഗ്രി ക്യാമറ നമ്മൾ റിവേഴ്സ് ഇട്ട് ഓണായത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നോർമലായിട്ടുള്ള ഒരു ചാർജിങ് പോർട്ടും കൂടെ വാഹനത്തിനകത്തുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ക്വാളിറ്റിയുള്ള ഗ്ലൗ ബോക്സ് ആണ്. ഒരുപാട് സ്പേസ് ഇല്ല, നോർമലായിട്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവറിന് വേണ്ടുന്ന ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ്, നോർമലി എല്ലാ വാഹനങ്ങളിനകത്ത് കാണുന്ന പോലെ ഒരു സ്റ്റോറേജ് സ്പേസും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന് ഈ ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബസൽലെസ് ആയിട്ട് വരുന്ന ഒരു IRVM ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ പ്രീമിയം ഫീലാണ്. അത് ഓട്ടോ അഡ്ജസ്റ്റബിൾ ആണ്, ഡേ നൈറ്റ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. അതുപോലെ 2 വൈസേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 2ഇടത്തും മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തൊന്നും ഒരു കുറവും രേഖപ്പെടുത്തിയിട്ടില്ല. ഗോഗിൾസ് വെക്കാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ലൈറ്റ്സ്, നോർമലി എല്ലാ വാഹനത്തിനകത്തും കാണുന്ന ലൈറ്റ്സും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിനകത്ത് അങ്ങനെ സൺറൂഫോ കാര്യങ്ങളൊന്നും ഇല്ല, അതിനുള്ള ഒരു വാഹനവും അല്ല ഇത്. ഇനി നമുക്ക് ഈ ബാക്ക് സീറ്റുകളിലേക്ക് പോകാം, എന്തൊക്കെയാണ് പ്രത്യേകം നോക്കാം. ബാക്ക് റോ ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് നമുക്കുള്ളത്. നമുക്ക് കാലൊക്കെ വെച്ചിരിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ ലെതററ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആംബ്രസ്റ്റുകളുണ്ട്, കംഫർട്ടബിൾ ആയിട്ട് വയ്ക്കാം, കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 സീറ്റ്സിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിയർലി നമ്മുടെ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിയർലി ഫ്ലാറ്റാണ്. അപ്പം നടുക്കുള്ള ആൾക്കും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ഒരു സെൻറ്റർ ടണൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിക്കായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് റോയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്സ് ആണ് കേട്ടോ. ഈ ലൈറ്റ് എനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ടു. കാരണം അതിന് സ്വിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ആ ലൈറ്റിലൊന്നും തൊട്ടാൽ മതി, ആ ലൈറ്റ് കത്തും. നല്ല ടെക്നോളജി, അടിപൊളി. ചില വാഹനങ്ങളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള സെൻസറും കാര്യങ്ങളൊക്കെ. അതുമൊക്കെ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഹെഡ് റൂം ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉണ്ട്. എനിക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 അടിയും കൂടെ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 6 അടിക്കാരാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഡോസിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറിലേക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പീക്കേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് സ്പീക്കർ മാത്രമല്ല ആ വാഹനത്തിനകത്ത് ട്യൂട്ടേഴ്സും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു സെക്കൻഡ് റോ സീറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി കൂടുതലായിട്ട് ഇനി ഹൈബ്രിഡ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നമുക്ക് അതിൻ്റെ ഒരു എഞ്ചിൻ ബേ അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ ബേ നമുക്കൊന്ന് കാണാം. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ബേയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. 2 മോട്ടർ, ഒരു എഞ്ചിൻ, ഇതെല്ലാം കൂടെ ഈ ഒരു പ്ലേസിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സിലിണ്ടർ ആയിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ലിറ്ററാണ്. ആക്ടിവൻ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതായത് നോർമലി ഉള്ള കാറുകളുടെ ഒരു എഞ്ചിൻ പോലെയല്ല. കാരണം ഇതൊരു ഹൈബ്രിഡ് വാഹനം ആയതുകൊണ്ട് അതിൻ്റെ സൈക്കിൾ ഡിഫറെൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ EVയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്തേക്കും മോട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള സ്വിച്ചിങ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറാണ് 2 വാഹനത്തിനകത്ത് വരുന്നത്. നമുക്ക് 3 മോഡുകൾ, ഞാൻ തുടക്കത്തിൽ പറയാം, 3 മോഡുകൾ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പ്യുവർ EV ആയിട്ട് നമുക്ക് കുറച്ച് ദൂരം, അതായത് നമുക്ക് ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്തേക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഓടിക്കേണ്ട സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ജനറേറ്റർ പോലെ പ്രവർത്തിച്ച് മോട്ടറിലേക്ക് കറണ്ട് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ സ്പീഡ്സിലേക്ക് നമുക്ക് കൊണ്ടുവന്ന സമയത്തേക്ക് പ്യുവറായിട്ട് എഞ്ചിനായിട്ട് ഓടുന്നുള്ളതാണ്. മൈലേജ് 22.8 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുന്ന സമയത്തേക്ക് എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്പെക്കിലാണ് വരുന്നത്. 8ഓളം എയർ ബാഗ്സ് വാഹനത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസ്, ട്രാക്ഷൻ കൺട്രോൾ, ABS, EBD ഇതൊക്കെ നോർമലി ഉള്ളത് എല്ലാ പോലെ ഉണ്ട്. എല്ലാ കാര്യങ്ങളകത്തോടെ ഡിസ്ക് ബ്രേക്കുകളും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അപ്പോൾ എല്ലാവരുടെയും കപ്പലിൽ ഒരു ചായയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഓഫ് കോഴ്സ് ഈ ഒരു വാഹനം, അതായത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജപ്പാൻകാരാണല്ലോ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു വാഹനം നമുക്ക് മേടിക്കാൻ പറ്റും. കാരണം പിന്നെ ഹോണ്ട വണ്ടിയുടെ ക്വാളിറ്റി അത് നമുക്ക് ഉപയോഗിക്കുന്നതിലറിയാം. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതിപ്പോൾ അമേസൺ മുതൽ ഏത് വണ്ടി എടുത്തെന്ന് പറഞ്ഞാലും ആ വാഹനത്തിന് അത്രയും ക്വാളിറ്റി ഉണ്ട്. പിന്നെ വാറണ്ടി ഫിഗേഴ്സ് നമുക്ക് വേൾഡിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടെയാണ് ഹോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നിലവിൽ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇഞ്ചക്കിലുള്ള മുത്തൂറ്റ് ഹോണ്ടയിൽ ഏതാനും ദിവസങ്ങളുണ്ടാവും. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ താഴെ നമ്പേഴ്സ് കൊടുത്തേക്കാം. അപ്പം നിങ്ങളുടെ ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ ഒന്ന് പറയുക. അതുപോലെ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബിൻ ഷോ.